ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സൗണ്ട് കുറച്ച് മാറിയിരിക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു കോൾഡൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് മാറി വരണേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. പിന്നെ നമ്മളൊരു മോർണിംഗ് റൂട്ടീനാണ് കാണുന്നത്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ വിളക്കുകൊളുത്തലൊക്കെ ഉണ്ട് രാവിലെ. പിന്നെ ചെറിയ അടുക്കളയിലെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ സമയം ഏതാണ്ട് 7:30 ആവാറായിട്ടുണ്ട്. ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചണിനോട് ചേർന്നിട്ടുള്ള ചെറിയൊരു ബാൽക്കണി ഉണ്ട്. അവിടെ നിന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നിന്നപ്പോൾ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ ഈ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളക്ക് കൊളുത്താനായിട്ട് പോയി. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് രാവിലെയും കൂടെ ഞാൻ വിളക്ക് കൊളുത്തുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ കാമാക്ഷി അമ്മ വിളക്ക് കേട്ടോ. കാഞ്ചി കാമാക്ഷി വിളക്ക് എന്നാണ് ഇതിനെ പറയണേ. ഇതിൽ കാമാക്ഷി അമ്മൻ്റെ രൂപമാണ് കേട്ടോ. സാധാരണ കാണുന്ന ആ ലക്ഷ്മി വിളക്കിലെ രൂപമല്ല, കാമാക്ഷി അമ്മയുടെ രൂപമാണ് ഇതിലുള്ളത്. അപ്പോൾ വിളക്ക് കൊളുത്തി കഴിയുമ്പോൾ ആ ഒരു പ്രഭയിൽ ദേവീനെ കാണാൻ നല്ല ഭംഗിയാട്ടോ. ആ ഒരു ഗോൾഡൻ കളറിൻ്റെ ഒരു ഷെയ്ഡ് ഇങ്ങനെ വരുമ്പം നല്ലൊരു ഐശ്വര്യമാണ് കാണാനായിട്ട്. അപ്പോൾ വാങ്ങിയത് ഒരു വെർത്താണെന്ന് തന്നെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ വെള്ളിയാഴ്ചകളിൽ മാത്രമാണ് ഈ വിളക്ക് കൊളുത്താറുള്ളത്. അപ്പോൾ എല്ലാ ദിവസവും കൊളുത്തണമെങ്കിൽ കൊളുത്താം. പിന്നെ നല്ല പൊട്ടൊക്കെ വെച്ചിട്ട് പൂക്കളൊക്കെ വെച്ചിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് പറ്റുവാണെങ്കിൽ ദിവസവും ചെയ്യാം. അതല്ല, ഇപ്പോൾ വെള്ളിയാഴ്ചകളിൽ മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദിവസവും ചെയ്യുന്ന ആൾക്കാരാട്ടോ ഇവിടെ തമിഴ്നാട്ടിൽ കൂടുതലുള്ളത്. അങ്ങനെ ധൂപ ആരതിയൊക്കെ എടുത്തു. ഒരു പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ് നമ്മൾ വിളക്കൊക്കെ കൊളുത്തി നാമമൊക്കെ ചൊല്ലിക്കഴിയുമ്പോൾ. എൻ്റെ ഈ വിളക്ക് ഞാൻ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ എപ്പോഴും ദിവസവും ഞാൻ ഈ വിളക്ക് മാത്രമാണ് കേട്ടോ തെളിയിക്കണേ. ഗുരുവായൂരപ്പൻ്റെ മുന്നിലുള്ള ആ ചെറിയ വിളക്ക്, അതിപ്പോൾ ഞാനിവിടെ വന്ന സമയം തൊട്ടിട്ട് എൻ്റെ കയ്യിലുള്ളതാണ് ആ വിളക്ക്. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഞാൻ എപ്പോഴും അത് തന്നെയാണ് കൊളുത്താറുള്ളത്. ഇതാണ് നമ്മുടെ കാമാക്ഷി അമ്മൻ. ഇതിൽ നമ്മൾ സാധാരണ കാണുന്നതിലും കുറച്ച് വ്യത്യാസമുണ്ടല്ലോ ദേവിയുടെ രൂപം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി ഇന്നിപ്പോൾ രാവിലെ ലളിത സഹസ്രനാമമൊക്കെ ഞാൻ ചൊല്ലിയായിരുന്നു. ഇത് കളഭാണ് കേട്ടോ. അപ്പോൾ രാവിലെ രാവിലെ മിക്കവാറും കുളിക്കും. അപ്പോൾ കുളിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ഈ കളഭം തൊടാറുണ്ട്. അപ്പോൾ ഈ കളഭം നമ്മുടെ ഗുരുവായൂരമ്പലത്തിൽ നിന്ന് വാങ്ങിയ കളഭാണ്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ അകത്തുനിന്ന് തന്നെ കേട്ടോ. നമ്മൾ ഇവിടെ നമ്മുടെ അവിടെ കൗണ്ടർ ഉണ്ടല്ലോ, അവിടെ കളഭം നമുക്ക് ചീട്ടാക്കി വാങ്ങിക്കാൻ പറ്റും. ഇത് ഞാനെപ്പോഴും വാങ്ങിക്കാറ് ചെറിയൊരു പാക്കറ്റാണ്. 60 രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ചെറിയൊരു പാക്കറ്റ് 2 3 ഒക്കെയാണ് ഞാൻ വാങ്ങിക്കാറ്. അതിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഈ കളഭം വെറുതെ അവർ തരുന്നതല്ല, ഭഗവാന് ചാർത്തിയത്, നമ്മുടെ ഗുരുവായൂരപ്പന് ചാർത്തിയ കളഭാണ് കേട്ടോ നമുക്ക് തരാം. അത് ചാർത്തിയത് ഇല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടില്ല. അപ്പോൾ നമുക്ക് ചാർത്തിയത് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോൾ പോയാലും കളഭം വാങ്ങിക്കാറുണ്ട്. കളഭം വാങ്ങിച്ച് കൊണ്ടുവരും. എന്നിട്ട് അത് സൂക്ഷിച്ച് വെച്ച് ഒന്ന് ഉണക്കി വെച്ചിട്ട്, അതായത് വെയിൽ കാണിച്ചല്ല, അല്ലാതെ തണലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കി വെച്ചിട്ട് ഞാനിത് ഉപയോഗിക്കാറുണ്ട്. അപ്പം വലിയൊരു കട്ട കിട്ടും ഒരു ഉണ്ടയായിട്ട്. അത് 600-700 രൂപയാണെന്ന് തോന്നുന്നു. അപ്പം അത് ഞാൻ വാങ്ങിക്കാറില്ല കേട്ടോ. വാങ്ങിക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെറിയ ഈ 2-3 പാക്കറ്റ് ചെറുത് 60 രൂപയുടെ വാങ്ങിക്കുമ്പം ഞാൻ എപ്പോഴും അത് തീരാറാവുമ്പോഴേക്കും വിചാരിക്കും, അയ്യോ ഗുരുവായൂരപ്പ, എൻ്റെ കളഭം തീരാറായല്ലോ, എനിക്ക് തീരണേന് മുമ്പ് എന്നെ തിരിച്ചങ്ങോട്ട് എത്തിച്ചേക്കണം, എനിക്ക് കുറച്ച് വാങ്ങിക്കണം എന്ന്. അപ്പോൾ അത് മുടങ്ങാതെ എന്നെ അത് തീരുന്നതിന് മുമ്പ് അവിടെ എത്തിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഗുരുവായൂരപ്പനെ കാണുകയും ചെയ്യാം. ഒരു വലിയൊരു കട്ട വാങ്ങിച്ചു തന്നാൽ തീരണവരെ എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അതൊരു സങ്കടമല്ലേ. അപ്പം അതുകൊണ്ടാട്ടോ വാങ്ങിക്കാത്തത്. ഞാനിപ്പം തമാശ രൂപത്തിലാണ് പറഞ്ഞെങ്കിലും സത്യം അത് തന്നെയാണ്. ഞാനിപ്പം വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കും, വേണ്ട, ചെറുത് തന്നെ വാങ്ങിക്കാം, ഈ തീരുന്നതിന് മുമ്പായിട്ട് എനിക്ക് വീണ്ടും വരാമല്ലോ എന്ന്.
അപ്പോൾ രാവിലെ കിച്ചണിൽ കയറിയിട്ട് പാറുവിന് ഇന്ന് സ്നാക്സ് കൊടുത്തു വിടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കണേ. അതുകൊണ്ട് തന്നെ പാറുവിന് രാവിലെ ഞാൻ ഉപ്പുമാവ് കൊടുക്കുന്നില്ല. അവൾക്ക് പഴം വാട്ടിയാണ് കേട്ടോ കൊടുക്കുന്നത്. നെയ്യിലൊന്ന് വാട്ടി കൊടുക്കും, ഏത്തപ്പഴം. അപ്പം രാവിലെ കഴിച്ചുകൊണ്ട് പോയാൽ പെട്ടെന്ന് വിശക്കുമില്ലല്ലോ. ഇത് സ്നാക്കായിട്ട് കൊടുത്തു വിടാനാണ് കേട്ടോ. സ്വീറ്റ് കോൺ ഇതൊന്ന് കുക്കറിൽ ഇട്ടിട്ട് ഞാൻ വെള്ളത്തിലിട്ടുള്ള വേവിക്കുന്നത്. അതിൻ്റെ മുകളിലൊരു ചെറിയൊരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു പ്ലേറ്റും കൂടെ വെച്ചിട്ട് അതിലാണ് വെച്ചിരിക്കണേ. അത് 2 വിസിൽ കേൾപ്പിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റീം പോയി കഴിയുമ്പോഴേക്കും എടുക്കും. അപ്പോൾ നല്ല കറക്റ്റ് വേവായിരിക്കുള്ളൂ. എന്നിട്ട് ചെറിയ പീസാക്കി ഞാൻ കൊടുത്തു വിടണേ. ഉതിർത്ത് വയ്ക്കാറില്ല, അങ്ങനെ വട്ടത്തിൽ തന്നെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് കൊടുക്കണത്. 2 പീസാക്കിയിട്ട് 2-3 പീസാണ് കൊടുത്തു വിടാറ്. അവൾക്ക് ഇഷ്ടമാണ്, കടിച്ച് കഴിച്ചോളും. ഇതിപ്പം പഴം അത്രയ്ക്ക് മധുരമില്ലാത്ത പഴമായത് കാരണം ഞാനൊരു നുള്ളു പഞ്ചസാരയും കൂടെ വിതറിയിട്ടോ. പിന്നെ ഉപ്പുമാവിനുള്ള തേങ്ങ ചിരകി എടുക്കുകയാണേ. അപ്പോഴേക്കും പാറുവിനെ റെഡിയാക്കാറായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ തേങ്ങ ചിരകി വെച്ചിട്ട് പിന്നെ പാറുവിനെ റെഡിയാക്കിയിട്ട് അവളെ വിടാനായിട്ടുള്ളൊരു തിരക്കിലാണ്. രാവിലെ ഒരു തിരക്ക് പിടിച്ചിട്ടുള്ള മോർണിംഗ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് കുറച്ച് കാമായിട്ടൊക്കെ ചെയ്യണം. ഇങ്ങനെ എന്താ പറയുക, ഭയങ്കരമായിട്ട് തിരക്ക് പിടിച്ച് ചെയ്യുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇതാണ്. അങ്ങനെ പാറു ഇതേ ബൈ പറഞ്ഞിട്ട് സ്കൂളിൽ പോവാണ് കേട്ടോ. അപ്പോൾ പാറുവിനൊക്കെ യൂണിഫോം ഉണ്ട്. ആഴ്ചയിൽ 3 ദിവസമാണ് യൂണിഫോം. ഇന്നിപ്പോൾ അവളുടെ യൂണിഫോമാണ് ഇട്ടിരിക്കുന്നത്. ടീഷർട്ട് മാത്രമേ ഉള്ളൂ. 3 കളേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് ഗ്രീൻ കളറാണുള്ളത്, പിന്നെ ഒരു ബ്ലൂവും യെല്ലോയും ആണുള്ളത്. അങ്ങനെ ഇതാ എൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കലാണ്. അപ്പോൾ ഷൈജേട്ടൻ പോയി വന്ന് അവളാക്കിയിട്ട് വന്നിട്ട് കഴിക്കണത്. അപ്പം നമുക്ക് ഒരുമിച്ച് കഴിക്കാമല്ലോ, ചൂടോടുകൂടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഉപ്പുമാവ് ഇത്തിരി ചെറിയൊരു ചൂടോട് കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. നേരത്തെ ഞാൻ ഉണ്ടാക്കിയിരുന്നത് ഈ രീതിയിലല്ല കേട്ടോ. വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് റവ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പം ഞാൻ റവ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്കാണ് ഇപ്പം ഈ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് എടുക്കുന്നത്. പിന്നെ അവസാനം ഞാൻ തേങ്ങ ഇടുള്ളൂ. തേങ്ങയും ആദ്യം ഇടില്ല. തേങ്ങ ഒരുപാട് കുക്കാവുന്നതിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് വേറെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഉപ്പുമാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ ഉള്ളി ഇത്തിരി കൂടുതൽ മുരിഞ്ഞു പോയിട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കളർ വ്യത്യാസമുണ്ട് ഉപ്പുമാവിന്. അതല്ലാതെ ടേസ്റ്റിന് വേറെ ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രീവിയസ് ഡേയിലെ കുറച്ച് ക്ലിപ്സാണ് കേട്ടോ. ഇവിടെ പൊങ്കലാണ് തമിഴ്നാട്ടിൽ. ഈ നെക്സ്റ്റ് വീക്കിൽ 14, 15, 16, 17. അപ്പോൾ അതിൻ്റെ ഒരു വൈബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കടകളിലും അങ്ങനെ എല്ലായിടത്തും. അപ്പോൾ പാറുവിൻ്റെ സ്കൂളിലെ പൊങ്കൽ സെലിബ്രേഷൻ ഇന്നായിരുന്നു, അതായത് തേഴ്സ്ഡേ. അങ്ങനെ അവൾ പട്ടുപാവാടയ്ക്ക് ഇട്ടാണ് കേട്ടോ രാവിലെ പോയത്. അവർക്കിന്ന് കാളവണ്ടിയിൽ റൈഡൊക്കെ ഉണ്ട് സ്കൂളിൽ, അങ്ങനെയൊക്കെ മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് പറഞ്ഞിട്ടാകെ ത്രില്ഡായിട്ടാണ് ആൾ പോയത് കേട്ടോ. അപ്പോൾ അവളെ വിളിക്കാൻ പോവാണ്. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് അറിയില്ല ഇന്നത്തെ ദിവസം. അവൾക്ക് ഇച്ചിരി പേടിയുണ്ടെന്ന് തോന്നുന്നു. കാളവണ്ടി കയറണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ പേടിക്കണ്ട, നല്ല രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടത് കേട്ടോ. അപ്പോൾ വണ്ടി എടുത്തിട്ട് ഞാൻ പോവാണേ. അപ്പോൾ അവിടെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ കോലം വരച്ചിട്ടുണ്ടായിരുന്നേ. പൊങ്കലിനാണ് ഈ കരിമ്പിൻ്റെ ഡിസൈനും കൂടിയിട്ട് കോലം ഇടുന്നത്. അങ്ങനെ എല്ലാവരും പൊങ്കൽ വൈബിലാണേ. കയറിപ്പട്ടെ. എങ്ങനെയുണ്ടെന്ന് പാറുണ്ട് ഡേ? എങ്ങനെയുണ്ടായിരുന്നു ആസിയ ഡേ പാറു? ഈ കാളവണ്ടിയില പാറു കയറിയത്? ആഹാ, ഇതില് പാറു കയറിയോ? ദേ കാളവണ്ടി ഇപ്പൊ പോവും. ദേ പോകുന്നുണ്ടോ? വാ, കാളവണ്ടി പോയി. ചിങ്കിളി കേറ് കേറ്, വാ വാ വാ. സ്റ്റെപ്പ് കയറിക്ക, സൂക്ഷിച്ച്.
നമ്മുടെ പാറുമ്മ ഇന്ന് നല്ല ഹാപ്പി ആയിട്ടാണ് തിരിച്ചു വന്നിരിക്കണേ. കാളവണ്ടി കയറിയതൊക്കെ അവൾക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അവൾ കയറുന്നത്. എന്തായാലും എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചപ്പം ആള് ഇനിയും കയറണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും കണ്ടല്ലോ വണ്ടി. അപ്പോൾ വണ്ടി പോകുന്നത് കണ്ടിട്ട് ആൾക്കൊരു സങ്കടമായിരുന്നു. അങ്ങനെ സെലിബ്രേഷൻ ഡേ എന്ന് പറയുമ്പോൾ എനിക്കും ചെറുതിലോട്ട് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഈ 4 വർഷം മുമ്പ് വരെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ വർക്ക് ചെയ്യുന്നത് വരെയുള്ള എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ വരുമ്പോൾ ഉള്ള ഒരു ഡേ എന്ന് പറയുമ്പോൾ ആ ചൈൽഡ്ഹുഡ് തൊട്ടിട്ട് ഉള്ള സെയിം വൈബായിരുന്നു എനിക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. പുതിയൊരു നല്ല വ്ളോഗായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.